ശക്തി പ്രകടനത്തിനും കൈയടിക്കാനുമെല്ലാം കൂലിക്ക് ആളെ എത്തിക്കുന്ന രാഷ്ട്രീയ പരിപാടികൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ വിദ്യാഭ്യാസ സെമിനാറുകൾക്ക് ഇത്തരത്തിൽ ആളെ ഇറക്കുന്ന രീതി കേട്ടുകേൾവിയില്ലാത്തതാണ്. എന്നാൽ കേരള സർവകലാശാലയുടെ സംസ്കൃത സെമിനാറിന് എത്തിയവരെ കണ്ടാൽ ആ ചിന്തയും മാറും. വലിയ എതിർപ്പുകൾ മറികടന്നുകൊണ്ട് ആഗോള വിഷയമടക്കം ചർച്ച ചെയ്യാനാണ് കേരള യൂണിവേഴ്സിറ്റി ഒരു സംസ്കൃത സെമിനാർ സംഘടിപ്പിക്കുന്നത്. എന്നാൽ ആരൊക്കെയാകും ഈ സെമിനാറിൽ പങ്കെടുക്കുന്നത്? ആരൊക്കെയാണ് ഉദ്ഘാടന ചടങ്ങിൽ വന്നത്? പരിശോധിക്കാം. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടെ നിറഞ്ഞ സദസ്സിലായിരുന്നു ഗവർണർ കേരള യൂണിവേഴ്സിറ്റി സെമിനാർ ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ സംസ്കൃത സെമിനാറിനെത്തിയ ഈ നിറഞ്ഞ സദസ്സ് ആരെല്ലാമാണ്? അവർ തന്നെ പറയും. സംസ്കൃത സെമിനാർ അല്ലേ? ചിലപ്പോൾ സംസ്കൃതവുമായി വല്ല ബന്ധവുമുണ്ടോ? ശ്രീ ശാരദ കോളേജ് ഓഫ് നഴ്സിംഗ്. ഇല്ല, ഒരു ബന്ധമില്ല. ശാസ്ത്രമംഗലം. ഭൂരിഭാഗം പേരും സ്വാശ്രയ മെഡിക്കൽ സ്ഥാപനങ്ങളിൽ നിന്ന്. MBBS-ഉം നഴ്സിംഗും പഠിക്കുന്ന വിദ്യാർത്ഥികൾ എങ്ങനെ കേരള യൂണിവേഴ്സിറ്റി സംസ്കൃതം സെമിനാറിന് എത്തിയെന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ. ഡോക്ടർ മോഹനൻ കുന്നുമേൽ. കേരള യൂണിവേഴ്സിറ്റിയുടെ VC ചുമതല വഹിക്കുന്ന ഡോക്ടർ മോഹനൻ കുന്നുമേൽ തന്നെയാണ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും. അതായത് സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെയും നഴ്സിംഗ് കോളേജുകളുടെയും സീറ്റും അംഗീകാരവുമെല്ലാം നൽകാൻ ചുമതലപ്പെട്ടയാൾ. ബാക്കിയെല്ലാം വ്യക്തമാണല്ലോ. സെമിനാറുകൾ നടക്കണം, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിവിധ ചർച്ചകളും ഉണ്ടാകണം. പക്ഷേ ഒരു ബന്ധവുമില്ലാത്തവരെ വിളിച്ചിരുത്തി സെമിനാർ നടത്തണമോ എന്ന ചോദ്യമാണ് ഇതോടൊപ്പം ഉന്നയിക്കുന്നത്. ക്യാമറാമാൻ അഭിലാഷ് തൊഴുങ്കോടിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.